തൃശ്ശൂരിലെ MP മിസ്റ്റർ പ്രതാപൻ അദ്ദേഹം ഇന്ന് നടത്തിയിട്ടുള്ള പ്രസ്താവന മോദിയുടെ സന്ദർശനം നിരാശാജനകമായിരുന്നു എന്നാണ് ആദ്യം പറഞ്ഞത്. വാസ്തവത്തിൽ മോദിജിയുടെ സന്ദർശനത്തിൽ നിരാശയിൽപ്പെട്ടത് പ്രതാപനാണ്. പ്രതാപന് നിരാശ മാത്രമല്ല, നിരാശയിൽ നിന്ന് വിഭ്രാന്തിയും വന്നിരിക്കുന്നു. എന്തു പറയണം, എന്ത് ചെയ്യണം എന്നറിയില്ല. അതിന് പ്രധാന കാരണം മോദിയെ കാണുമ്പോൾ പ്രതാപന് വിഭ്രാന്തി ഉണ്ടാവാനുള്ള കാരണം ഭീകരവാദികളുടെ ഏജന്റാണ് TN പ്രതാപൻ. ഭാരത സർക്കാർ നിരോധിച്ച, നരേന്ദ്രമോദി നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര പ്രസ്ഥാനങ്ങളുടെ ഏജന്റാണ് TN പ്രതാപൻ. മദനിക്ക് വേണ്ടി നിരാഹാരം കടന്ന് താൻ നിയമസഭയിലായിരിക്കുമ്പോൾ തന്നെ ഈ ഭീകരവാദ ബന്ധം എല്ലാ കാലഘട്ടത്തിലും ഉറപ്പിച്ചിട്ടുള്ള പ്രതാപൻ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റിനെ വെല്ലുവിളിച്ചു. BJPയുടെ K. സുരേന്ദ്രനെ വെല്ലുവിളിച്ചു. എനിക്ക് ഭീകരവാദ ബന്ധമില്ല, എനിക്ക് ഈ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഉണ്ടെന്ന് തെളിയിക്കണം, അത് തെളിയിക്കേണ്ട ബാധ്യത BJPയുടേതാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി TN പ്രതാപൻ്റെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ബന്ധം ഈ ചിത്രത്തിലൂടെ വെളിവാക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ ചിത്രം കാണണം. ഈ ചിത്രത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മാസിക തേജസ് വാരികയുടെ ക്യാമ്പയിൻ തൃശ്ശൂർ ജില്ലയിൽ, തൃശ്ശൂർ ജില്ലാതല ഉദ്ഘാടനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് VS അബൂബക്കറിൽ നിന്ന് വരി ചേർന്നുകൊണ്ട് TN പ്രതാപൻ MP നിർവഹിക്കുന്നു. ഇത് SDPIയുടെ പോസ്റ്റാണ്, ഒഫീഷ്യൽ പോസ്റ്റാണ്. 2019 ഒക്ടോബർ മാസം 21-ാം തീയതിയാണ് പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന ഈ കർമ്മം നിർവഹിച്ചത്. ഇതിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മണലൂർ ഡിവിഷൻ പ്രസിഡന്റ് ഷഹീർ കുന്നിക്കൽ, ചീഫ് സെക്രട്ടറി ഷറഫു, ഡിവിഷൻ കമ്മിറ്റി അംഗം ഷഹീൻ തേജസ്, ഏരിയ കോർഡിനേറ്റർ, ഇവരെല്ലാം ഇതിൽ പങ്കെടുക്കുന്നു. ഇത് കാണിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടും TN പ്രതാപനും തമ്മിലുള്ള അവിഹിതമായ കൂട്ടുകെട്ടാണ്. സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട പ്രതാപൻ, മാനസിക വിഭ്രാന്തിയിലായ പ്രതാപൻ, നരേന്ദ്രമോദി തൃശ്ശൂർ തട്ടകം കീഴടക്കും എന്നുറപ്പായപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഈ തൃശ്ശൂരിലുണ്ടാക്കിയ വൈബ് മനസ്സിലാക്കിയ പ്രതാപൻ മാനസിക വിഭ്രാന്തിയിൽ പിച്ചും പേയും പറയുകയാണ്. ആ പിച്ചും പേയും പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാർ ഇന്നലെ നരേന്ദ്രമോദി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം തെളിക്കുമെന്ന് പറഞ്ഞു വന്നത്.